ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു സൺഡേ ആയപ്പോൾ ഞങ്ങൾ 4 പേര്, ഞാൻ ഷെയ്യും മേപ്പയും കൂടി ജസ്റ്റ് നമ്മൾ തൃശ്ശൂർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഷോപ്പയിൽ പോയിട്ട്, അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഷോപ്പിലാട്ടോ ഫുഡ് കഴിച്ചത്. അത് നമ്മുടെ ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ ഒരു ഹൈദരാബാദി ബിരിയാണി ഉണ്ട്, അത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഷേക്ക് അങ്ങനെ തന്നെയാണ്, അത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ 4 പേരും അത് കഴിച്ചു. പിന്നെ നമ്മൾ യൂസ്റ്റേൽ കയറിയിട്ടോ. പക്ഷെ ഷെയ്ഖ് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഒന്നും ഒരു ഡ്രസ്സും കുട്ടിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകാൻ നേരത്ത് കാർ എവിടെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായത് ഓർമ്മ ഉണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ നോക്കുന്നതാണ്, പക്ഷെ മറന്നുപോയി നോക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആരും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാർ എവിടെയും നിങ്ങൾ തപ്പി നടക്കായിരുന്നു കേട്ടോ. അറ്റ്ലാസ് ഒരറ്റത്ത് നിന്ന് അറ്റത്തേക്ക് പോയപ്പോൾ കാർ കണ്ടെത്തി. അതിനുശേഷം നേരെ നമ്മൾ ഹൈലൈറ്റ് മോൾക്ക് പോയിട്ടുണ്ടായിരുന്നില്ല തൃശ്ശൂരിട്ട്. അപ്പോൾ തൃശ്ശൂർ ഹൈലൈറ്റ് ഒന്നെങ്കിൽ പോകാതെ മോശമല്ല, അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങളുടെ ഹൈലൈറ്റ് മോളിൽ എത്തിയിട്ട് നേരെ യൂസ്റ്റേലായിട്ട് പോയത്. യൂസ്റ്റേൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഹൈലൈറ്റ് ഷോപ്പിനേക്കാളും വലുതാട്ടോ. പിന്നെ ഒരുപാട് ഷോപ്പുണ്ട് ഡ്രസ്സിൻ്റെ. അതേപോലെ നമ്മുടെ സ്റ്റൈൽ യൂണിയൻ, അതേപോലെ ഈസി ബൈ ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ തോന്നുന്നു മലപ്പുറം, എടപ്പാള, പെരിന്തൽമണ്ണയൊക്കെയാണ് ഈസി ബൈയും സ്റ്റൈൽ യൂണിയനൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ഷോപ്പ് നല്ല അത്യാവശ്യം വലുതുമാണ് കേട്ടോ ഷോപ്പയെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ജെൻസിൻ്റെയും മെൻ്റ് എന്നുള്ള ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ട്. അതേപോലെ എന്താ പറയുക 1000 താഴെ ഉള്ളൂ ഷർട്ട്സിനൊക്കെ. എനിക്ക് റേറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിലും നല്ല മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി. ഫുഡ് കോർട്ടിൽ എന്താ പറയുക ഫുൾ ഷോപ്പ് ഓപ്പൺ ആട്ടോ, ഫുള്ളായിട്ട്. അതേപോലെ പിസ്സ ഹട്ട്, അതേപോലെ ബർഗർ കിങ്, ഫലൂദ, എല്ലാ ഷോപ്പും ഓൾമോസ്റ്റ് അവിടെ ഫുള്ളാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് മേടിക്കുന്നത് കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസും അതേപോലെ അവൽ മിൽക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു. ചായ അതൊക്കെ ഒന്ന് വാങ്ങിച്ചു. അത് പിന്നെ അവൽമിൽക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ പിസ്സ ഒക്കെ ഓർഡർ ചെയ്ത് ഉണ്ടായിരുന്നു. പക്ഷേ പിസ്സക്ക് ഉണ്ടായാലും 15 മിനിറ്റ് ആവും. അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ ഉമ്മയും ഷെയ്യും കൂടി ഇവിടെ അമൂലിൻ്റെ പുതിയ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർ ട്രൈ ചെയ്തു. നല്ല ഒരു സ്കൂപ്പിലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സ്റ്റൈൽ യൂണിയനിൽ കയറിയിട്ടോ. ഞാൻ പെരിന്തൽമണ്ണ പോകുകയാണെന്നുണ്ടെങ്കിലും സ്റ്റൈൽ യൂണിയനിൽ കയറാറുണ്ട്. എനിക്ക് അവിടുത്തെ കളക്ഷൻസൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ടാവാറുണ്ട്. ക്ലോത്ത് വൈസ് ആണെങ്കിലും കുഴപ്പമില്ല, ഒരു നോർമൽ ആണ് കേട്ടോ. അത്രയും ബ്രാൻഡാന്ന് പറയാനില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നിങ്ങൾ പുറത്ത് പോകുന്നിടന്നേ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ 2-3 ചോക്ലേറ്റൊക്കെ എടുത്തു. പിന്നെ അവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ ലുലു ആയിരുന്നു, അപ്പോൾ അവിടെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൂട്ട്സ് എടുത്തു. പിന്നെ അതേപോലെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞിപ്പോൾ നമ്മളെ പേസ്ട്രി സെക്ഷനിലേക്ക് പോയപ്പം എനിക്ക് ഈ ചീസ് മിൽക്കി കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനതൊരു പീസ് വാങ്ങിച്ചു. എനിക്ക് പൊതുവേ പല സ്ഥലത്തും പല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ. അപ്പം ഞാൻ ഇവിടെ നിന്ന് എനിക്ക് കണ്ടപ്പോൾ എന്തോ ഭയങ്കര ക്രേവിങ്സ് ആയിട്ടൊക്കെ വാങ്ങിച്ചിട്ടാണ്. നല്ല ഈ ചീസ് എന്ന് പറഞ്ഞാൽ പലയിടത്തും പല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതൊരു ജെല്ലി ടൈപ്പായിരുന്നു. നോർമൽ കേക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ്, ഒരു ജെല്ലി ഒരു ടൈപ്പാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് കാണുമ്പോൾ തന്നെ ക്രേവിങ്സ് ആയിട്ട് ഇങ്ങനത്തെ കേക്ക് അതേപോലെ ചോക്ലേറ്റൊക്കെ ചെല്ലിയത് കാണുമ്പോൾ ഭയങ്കര ക്രേവിങ്സ് ആട്ടോ. അപ്പോൾ ജസ്റ്റ് അവിടെ തന്നെ ഞങ്ങൾക്ക് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ മാർക്കറ്റിലൊക്കെ നടന്നിട്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു ബൈറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെയ്യും ഉപ്പിമൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഉപ്പിലിട്ട കുറച്ച് മാങ്ങ, പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പാർസൽ ചെയ്തിട്ടാ. പിന്നെ നല്ല ലേറ്റായി ഉണ്ടായിരുന്നു. നമ്മൾ ഷോപ്പിലേക്ക് എത്തിയപ്പോൾ തന്നെ ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ 10 മണി 11 മണിയൊക്കെ ആയപ്പോൾ നേരെ വീട്ടിലിട്ട് പോയത്. എന്നിട്ട് വീട്ടിൽ പോയിട്ട് നമ്മൾ കുറച്ച് ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പം തന്നെ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ ഉപ്പിലിട്ട പൈനാപ്പിളൊക്കെ കഴിച്ചു. അപ്പോൾ എന്തൊരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.